ഹംഗ്രി ബേർഡ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം കത്തിരിക്ക ഫ്രൈ ആണ്. ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ ഒരു ഫ്രൈ അത്യാവശ്യമായിട്ടുള്ളവർക്ക്, മസ്റ്റായിട്ടുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അതായത് ഒരു മീൻ ഫ്രൈയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുക്ക് വരട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്ന നല്ല എരിവുള്ള ഒരു വിഭവം, ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വലിയ കത്തിരിക്കയാണ്. 3 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി. ഇത് കശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിരിയൻ മുളക്. എരിവ് കുറവാണ്. എരിവ് ആവശ്യമുള്ളവർക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം, പക്ഷേ ഒരു കണക്കിന് വേണം അത് ചെയ്യാൻ. 1/2 കപ്പ് ചുവന്നുള്ളി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, വെളുത്തുള്ളി 3 അല്ലി, ഉപ്പ് പാകത്തിന്. ഇനി ഇത് പാകം ചെയ്യാനായി, അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ. ഇത് നേരത്തെ പറഞ്ഞ ചേരുവകളെല്ലാം കൂടി ചേർത്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുത്ത പേസ്റ്റാണിത്. അതായത് ഞാൻ ഒന്നും കൂടെ പറയാം. ചുവന്നുള്ളി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത്, അല്പം എന്ന് പറഞ്ഞാൽ പാകത്തിന് ഒഴിച്ച് നോക്കി വേണം ഒഴിക്കാൻ. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ ഈ കത്തിരിക്കയിൽ പുരട്ടാൻ പറ്റില്ല. ഓക്കെ, അതിനനുസരിച്ച് പാകത്തിന് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ നന്നായി മഷി പോലെ അരയ്ക്കണം. നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണിത്. എളുപ്പത്തിനായിട്ട് ഞാനിത് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ കത്തിരിക്ക ഞാൻ നല്ല വട്ടത്തിന് ഇത്രേ കട്ടിയേ പാടുള്ളൂ. കത്തിരിക്ക പെട്ടെന്ന് വേവുന്നൊരു വിഭവം ആയതുകൊണ്ട് നമുക്കതിന് ഇത്രയും കട്ടിക്ക് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ തീരെ ഡ്രൈ ആയി പോവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫ്ലഷിനെസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടിക്ക് ഞാൻ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ പേസ്റ്റ് ഒന്ന് പുരട്ടിയെടുക്കാം. നമ്മൾ മീനിനൊക്കെ പൊരിക്കുമ്പോഴത്തേക്കും പുരട്ടും പോലെ 2 വശത്തും കത്തിരിക്കയുടെ 2 വശത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇത്രയും ഒരു കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോവും. അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കത്തിരിക്കയൊക്കെ അരപ്പ് നന്നായിട്ട് പിടിച്ച് വരാനായിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ ആ ഉപ്പും കുരുമുളകിൻ്റെയും ചുവന്ന മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ എസൻസ് അതിലോട്ട് നന്നായിട്ട് പിടിക്കാനായിട്ട്, നല്ല ഫ്ലേവർ ഇറങ്ങാനായിട്ടാണ് നമ്മളൊരു 5 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന കത്തിരിക്ക റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. 5 മിനിറ്റോളം കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒരു അടുപ്പ് കത്തിച്ച് ഞാനിപ്പം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ ഫ്രൈ ചെയ്യാനുള്ള കത്തിരിക്ക ഇടാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കത്തിരിക്ക പൊരിക്കാനിടാം. ശരിക്കും മീനൊക്കെ പൊരിച്ചെടുക്കും പോലെ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് 2 വശം നന്നായിട്ട് മൊരിയണം. ഇടുമ്പോൾ തന്നെ അതിൻ്റെ അരപ്പിൻ്റെയൊക്കെ നല്ല മണം നന്നായിട്ട് വരുന്നുണ്ട്. നല്ല മണം. അത് ഓൾറെഡി കുക്കായി തുടങ്ങിക്കഴിഞ്ഞു. കത്തിരിക്കയ്ക്ക് അധികം നേരം വേണ്ട, കുക്കാവാനൊന്നും അധികം നേരമൊന്നും, വേവാൻ അധികം നേരം വേണ്ടാത്തൊരു വെജിറ്റബിളാണ് കത്തിരിക്ക. നല്ല തീയിൽ തന്നെ ഇത് മൊരിച്ചെടുക്കാം. നമുക്ക് മീനിനൊക്കെ പൊരിച്ചെടുക്കും പോലെ തന്നെ നമുക്ക് ഈ വിഭവം നന്നായിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. നല്ലൊരു മണം വരും. നമുക്ക് ശരിക്കും ഒരു നല്ലൊരു മണം കിട്ടും. ഇത് മൊരിഞ്ഞ് വരുന്നൊരു മണം. അത് മൊരിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ മൊരിയാം. കത്തിരിക്ക ഓൾറെഡി വെന്ത് കഴിഞ്ഞു. പക്ഷെ അതൊരു മൊരിഞ്ഞ് വരണം. ആ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്പം സിമ്മിലിടാണ്, തീ കുറയ്ക്കുകയാണ്. നമുക്കിത് പതുക്കെ തിരിച്ചിടാനുള്ള സമയമായിട്ടുണ്ട്. നന്നായി മൊരിഞ്ഞിട്ടുണ്ട്.
എല്ലാം നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞു. ഇതുപോലെ മറുവശവും വേവാനായിട്ട് നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. വേവാനല്ല, അത് മുരിയാനായിട്ടൊരു സമയം കൊടുക്കാം. നമ്മൾ കത്തിരിക്ക തിരിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ തിരിച്ചിട്ട കത്തിരിക്ക ഒന്ന് മുരിയാനായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. പക്ഷേ സൂക്ഷിച്ച് വേണം ചെയ്യാൻ, കാരണം അത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് നഷ്ടപ്പെടും. ഒരു ക്രിസ്പിനെസ് വരാനേ പാടുള്ളൂ. ആ അരപ്പൊന്ന് മൂത്ത് വരണം. ഈ മുരിഞ്ഞ കത്തിരിക്ക കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതാണ് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരുവം എന്ന് പറയുന്നത്. അതായത് ഒരു ക്രിസ്പിനെസ് കാണുന്നുണ്ടോ? നല്ല ക്രിസ്പിനെസ് ഉള്ളൊരു ഇത്. ശരിക്കും നമുക്ക് അടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്പിനെസ് കാണും. ഇത് ചൂടോടെ നമ്മൾ കഴിക്കാനുള്ളൊരു സാധനമാണിത്. ചൂടോടെ തന്നെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റായി പോവും. അപ്പോൾ ആ ചൂടോടെ ഇപ്പോൾ കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും തന്നെ ഈ സാധനം നേരത്തെയൊക്കെ പുരട്ടി വെച്ചിട്ട് കഴിക്കാനിരിക്കുമ്പോൾ ചൂടോടെ ഉണ്ടാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ചോറും തൈരും ഈ കത്തിരിക്ക ഫ്രൈയും ഒക്കെ ചേർത്തിട്ട് എന്താ ടേസ്റ്റ് എന്നറിയോ. കത്തിരിക്ക ഏകദേശം പാകമായി വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഈ ലൊക്കേഷൻ ഔട്ട്ഡോർ ആയതുകൊണ്ട് ഒരു മഴ ഇങ്ങനെ കയറി വരുന്നുണ്ട്, നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുപ്പ് അണഞ്ഞൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സൂക്ഷിച്ച് എടുത്ത് വെക്കുക, കാരണം ഇത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു വെജിറ്റബിൾ ആയതുകൊണ്ട് അത് പൊടിഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കത്തിരിക്ക ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയുക. നല്ല അഭിപ്രായങ്ങൾ, നല്ല നല്ല കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനൽ ഹംഗ്രി ബേർഡ്സിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സ്വാദിഷ്ട വിഭവമായി ഹംഗ്രി ബേർഡ്സിൽ വീണ്ടും കാണാം.